ഇന്ന് സൺഡേ അല്ലേ, അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് മൃദംഗശൈലേശ്വരി ടെമ്പിളിലും മാമാനത്ത് ടെമ്പിളിലും കളരിവാതിക്കൽ ടെമ്പിളിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ മെയിനായിട്ട് ഈ 2 ടെമ്പിളിൽ പോകണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യം പോയത് മാമാനത്ത് ടെമ്പിളിലാണ്. അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ശേഷം നമ്മൾ മൃദംഗശൈലേശ്വരി ടെമ്പിളിൽ പോയി. അതും വിഷ്വൽസിൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഗ്രാൻഡ്മയാണ് ഇവിടെ ഇരിക്കുന്നത്, ഇതെൻ്റെ ആൻറ്റി. അപ്പോൾ ഇവരിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ മറ്റ് വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ തൊഴുത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് നമുക്കിനി മൃദംഗശൈലേശ്വരി ടെമ്പിളിലേക്കാണ് പോകേണ്ടത്. എത്രയാ ബുക്സൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് എന്നറിയോ. അപ്പം നമ്മൾ അന്നേ വിചാരിച്ചിരുന്നു മൃദംഗശൈലേശ്വരി മാമാനത്ത് കളരിവാതിക്കൽ ആ ടെമ്പിളെല്ലാം പോകണമെന്ന്. അപ്പം നമ്മൾ കഴിഞ്ഞ മന്ത് ഒരു ദിവസം പോയായിരുന്നു. കളരിവാതിക്കൽ പോയില്ല, മാമാനത്തും മൃദംഗശൈലേശ്വരിയും പോയിരുന്നു. അപ്പം ഒന്നും കൂടിയും പോകാൻ ആഗ്രഹം തോന്നി. അപ്പം ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ തൊഴുതു, വഴിപാടൊക്കെ കഴിച്ചു, പിന്നെന്താ ജസ്റ്റ് ഈ ബുക്സൊക്കെ ഒന്ന് നോക്കി. പിന്നെ എന്നിട്ട് നമ്മൾ നേരെ മൃദംഗശൈലേശ്വരി ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നൊന്നുമില്ല, വെറുതെ ഇരിക്കുന്നുണ്ട്. 5 മിനിറ്റ് നമുക്ക് ഇവിടെ ഇരിക്കണ്ടേ. അപ്പം നമ്മൾ നെക്സ്റ്റ് മൃദംഗശൈലേശ്വരി. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഇവിടെ നമുക്ക് നല്ലൊരു പായസം കിട്ടും കേട്ടോ, നല്ല കടും പായസം എന്നല്ല ഇങ്ങനെ പറയാം. അത് നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ നമ്മൾ പയ്യന്നൂരായതുകൊണ്ട് നമുക്ക് ഈ ടെമ്പിളിൽ കുറച്ച് ദൂരമല്ലേ. അപ്പം നമുക്ക് അപൂർവല്ലേ വരാൻ പറ്റുള്ളൂ, ഡെയിലി ഒന്നും വരാൻ പറ്റൂലല്ലോ. അപ്പം ആ റീസൺ കൊണ്ടാണ് ഇത്രയും നാൾ വരാണ്ടെന്ന് ഇപ്പോൾ വന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് നമുക്ക് മൃദംഗശൈലേശ്വരി ടെമ്പിളിൽ പോയിട്ടുള്ള വിഷ്വൽസ് കാണേ. പക്ഷെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് വന്നേ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ, അത് കഴിച്ചിട്ടേ നമ്മൾ പോകട്ടോ. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ തന്നെയാണ് അമ്പലത്തിൻ്റെ കുളമൊക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ വീഡിയോയും ഫോട്ടോയും എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ മൃദംഗശൈലേശ്വരി ടെമ്പിളിലെത്തി. പക്ഷെ അതിൻ്റെ മുന്നിലൊന്നും വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പം ഇവിടെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇത് അയ്യപ്പനല്ലേ. അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ള ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട്. ഒരാളെ ഞാൻ കാണിച്ചു തരാം. അപ്പം വീഡിയോൻ്റെ ലാസ്റ്റിൽ വരും. ഓക്കെ. ഇവനെയാണ് ഞാൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞത്. കാരണം അന്ന് വന്നപ്പോഴും ഇവനുണ്ടായിരുന്നു,
ഇപ്പോഴും ഇവനുണ്ട്. അന്ന് ഇവൻ എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു, ഷോർട്സ് വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഇവൻ ഇന്ന് ഭയങ്കര ബിസിയാണ്, പുല്ല് തിന്നുകൊണ്ടിരിക്കുകയെന്ന്. അവൻ ക്യാമറയിലൊന്നും ഫേസ് ചെയ്യുന്നില്ല. ഇവനാണ് നമ്മളെ ട്വിസ്റ്റ് ഓർ സർപ്രൈസ് എന്ന് പറയാം. ഇവന് ഇത്ര അടുത്ത് കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഇവനെ ദൂരെയല്ലേ കെട്ടുക. എനിക്ക് അവനെ തൊട്ടു നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത് മാത്രം. അപ്പോൾ അവർ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം അവന് കൊടുത്തായിരുന്നു. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായി, നല്ല മധുരല്ലേ. അപ്പോൾ അവനത് നല്ലോണം കഴിച്ചു. അപ്പം എല്ലാവരും തൊടുമ്പോൾ എനിക്കും തൊട്ട് നോക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പേടിയായി. അപ്പം അവൻ എൻ്റെ ക്യാമറയിൽ നോക്കുന്നില്ല. അന്ന് ഞാൻ ഷോർട്സൊക്കെ എടുത്തപ്പം അവൻ എൻ്റെ ക്യാമറയിൽ നോക്കിയായിരുന്നു, ഇന്ന് നോക്കിയില്ല. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഇനി വീട്ടിലോട്ടല്ല, അതിൻ്റെ ഇടയ്ക്ക് നമുക്കിനി ഫുഡ് കഴിക്കണം. പിന്നെ ആൻറ്റിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് കയറാനുണ്ട്. അപ്പോൾ അവിടെയും കൂടിയും കയറിയിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ. അപ്പം നെക്സ്റ്റ് നിങ്ങൾ കണ്ടോ. അപ്പം നമ്മൾ ആൻറ്റിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. രേവതി ആൻറ്റിയുടെ വീടാണിത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീട്ടിൻ്റെ അകത്തോട്ടേക്ക് കയറാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. ബൈ ബൈ. യൂട്യൂബിൽ കാണേ. ബൈ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.